JPM കോളേജിലെ BBA ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി ലൈവ് പുൽക്കൂട് മത്സരം ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിൽ കോളേജിൽ നടത്തിയിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപുള്ള രക്ഷകന്റെ ജനനത്തിന് നേർസാക്ഷ്യമാകുന്ന വിധത്തിൽ പുൽക്കൂട്ടിലെ ശില്പരൂപങ്ങൾക്ക് പകരം മറിയം, ഔസേപ്പ്, ആട്ടിടയന്മാർ തുടങ്ങിയവരുടെ വേഷവിധാനങ്ങളിൽ യാഥാർത്ഥ്യ പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ പുൽക്കൂട് നിർമ്മാണം. മത്സരം ആകർഷകമാക്കുവാൻ വിദ്യാർത്ഥികൾ ആടുകളെയും മറ്റും കൊണ്ടുവന്നിരുന്നു. ആടുകളെ പുൽക്കൂട്ടിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ദിവസങ്ങൾക്കുള്ളിൽ 10 ലക്ഷത്തിലധികം ആളുകൾ കാണുകയും 75,000-ത്തിലധികം ലൈക്കുകളും 40,000-ത്തോളം ഷെയറുകളും ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തവും രസകരവുമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാലത്തെ തങ്ങളുടെ പുൽക്കൂട് നിർമ്മാണത്തെ ചിലർ അനുസ്മരിക്കുമ്പോൾ മറ്റു ചിലർ ഉണ്ണിയേശുവായി പുൽക്കൂട്ടിൽ കയറിക്കിടന്ന ഓർമ്മകളും പങ്കുവയ്ക്കുന്നു. എനിക്ക് കോളേജിൽ ചേരേണ്ട വല്ല പുല്ലും തിന്ന് ഞാൻ ജീവിച്ചോളാമെന്നും എനിക്ക് സെലിബ്രേഷൻ പങ്കെടുക്കാൻ താൽപര്യമില്ല തുടങ്ങിയ ആടുകളുടെ മനോവ്യാപാരങ്ങളും ചർച്ചയാകുന്നുണ്ട്. 1ാം വർഷ BBA വിദ്യാർത്ഥി അലൻ ഫെർണാണ്ടസ് ആണ് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ JPM കോളേജ് ക്രിസ്മസ് ആഘോഷ പരിപാടിയുമായി ലൈവ് കോമ്പറ്റീഷൻ നടക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെ വെറൈറ്റി ആയിട്ട് കോൺസെപ്റ്റ് നടത്താമെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാലിത്തൊഴുത്തിൽ ആടിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആട്ടിടയൻ ഞങ്ങൾക്ക് കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നും ആടിനെയും വാങ്ങി എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടതും. ഞങ്ങളുടെ കൂട്ടുകാരൻ ഫെർണു ഇത് ഫോണിൽ പകർത്തുകയും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ഇത്രയും ജനശ്രദ്ധകൾ നേടുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീഡിയോ ജനശ്രദ്ധ നേടുകയും ജനങ്ങൾ ഇരുന്നേറ്റ് സ്വീകരിക്കുകയും അതിലെ ഓരോ കമന്റുകളും കൗതുകകരമായും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. സഹപാഠികളായ അബിൻ, സിദ്ധാർത്ഥൻ, അലൻ, അമൽ, ആരോമൽ, കൃഷ്ണകുമാർ തുടങ്ങിയവരാണ് ഈ വീഡിയോയുടെ മറ്റ് അണിയറ പ്രവർത്തകർ. കൃത്രിമതകളെ ഒഴിവാക്കിക്കൊണ്ട് ലഭ്യമായ പരിസ്ഥിതി സൌഹൃദങ്ങളായ സങ്കേതങ്ങൾ പുൽക്കൂടിന്റെ നിർമ്മിതിക്ക് ഉപയോഗിക്കുക എന്നുള്ളതും കോളേജിലെ ആഘോഷങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആസ്വാദ്യകരമാവുക എന്നുള്ളതുമാണ് ഇത്തരത്തിലുള്ള പുൽക്കൂട് നിർമ്മാണത്തിലൂടെ ലക്ഷ്യം വെച്ചതെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ഏറ്റവും വിപുലമായ ഫർണിച്ചർ ഷോറൂം വുഡ് ക്യൂ ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കുടി റോഡ്, ഇടുക്കി.